മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ പ്രിയപ്പെട്ട സംവിധായകരിൽ ഒരാളാണ് പ്രിയദർശൻ. പ്രിയദർശൻ സിനിമകളിലെ ഗാനങ്ങളുടെ ചിത്രീകരണവും ശ്രദ്ധേയമാണ്. സംഗീതത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന സംവിധായകരിൽ മുൻപന്തിയിലാണ് പ്രിയദർശന്റെ സ്ഥാനം. പ്രിയദർശൻ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഗാനം ആലപിച്ചിരിക്കുന്നത് MG ശ്രീകുമാറാണ്. യേശുദാസ് അധികം ചിത്രങ്ങളിൽ പ്രിയദർശന് വേണ്ടി പാടിയിട്ടില്ല. ഇപ്പോഴിതാ അതിന്റെ കാരണം വ്യക്തമാക്കുകയാണ് പ്രിയദർശൻ. ബോയിങ് ബോയിങ് സിനിമയുടെ ചിത്രീകരണ സമയത്ത് തന്നോട് യേശുദാസ് ഇറങ്ങിപ്പോവാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് പ്രിയദർശൻ പറയുന്നത്. എന്നാൽ അത്തരമൊരു കാര്യം നടന്നതുകൊണ്ടല്ല യേശുദാസിനെ കൊണ്ട് തന്റെ സിനിമകളിലധികം പാടിക്കാത്തതെന്നും പ്രിയദർശൻ വ്യക്തമാക്കുന്നു. ഞാൻ ജനിച്ച സമയം തൊട്ട് മലയാള സിനിമയിൽ കേൾക്കുന്ന പാട്ടുകൾ ദാസേട്ടന്റെ പാട്ടുകളാണ്. എൻ്റെ ആദ്യകാല സിനിമയിൽ അദ്ദേഹം പാടിയിട്ടുമുണ്ട്. ഇത് ചെറിയ സംഭവമാണ്. ഞാൻ സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടാണോ അല്ലാതെയാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്നോടിറങ്ങി പോകാൻ പറയുന്നു. ബോയിങ് ബോയിങ് സിനിമയുടെ സമയത്താണ്. അത് അങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നല്ലാതെ അദ്ദേഹം അങ്ങനെ ഉദ്ദേശിച്ച് ചെയ്തതൊന്നുമല്ല. യേശുദാസ് മലയാള സിനിമയ്ക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ മുന്നിൽ താൻ വളരെ ചെറിയ ആളാണ്. പക്ഷേ അതിന്റെ പുറത്തുള്ള ഒരു വൈരാഗ്യവും ഒന്നും കൊണ്ടല്ല MG ശ്രീകുമാറും ഞാനും ഒന്നിച്ചത്. ലാൽ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് പ്രേം നസീറുമായി പ്രശ്നമുണ്ടായി. നസീർ സാറിനെ വേണ്ട എന്ന് വെച്ചിട്ടല്ലല്ലോ ലാലിനെ വെച്ച് സിനിമ എടുക്കുന്നത്. അതുപോലെ തന്നെ MG ശ്രീകുമാറും താനുമൊക്കെ കളിച്ചു വളർന്ന കൂട്ടുകാരായതുകൊണ്ടും അവന്റെ കഴിവ് അറിയാവുന്നതുകൊണ്ടും അവനെ കൊണ്ട് പാടിച്ചു എന്നതാണ് സത്യം. ചിത്രം എന്ന സിനിമ കഴിഞ്ഞപ്പോഴേക്കുമാണ് ദാസേട്ടൻ എന്റെ സിനിമകളിൽ അധികം പാടാതെയായത്. അപ്പോഴേക്കും ശ്രീകുട്ടൻ വളരെ പ്രശസ്തനായ ഗായകനായി. അതായിരുന്നു സംഭവം. പക്ഷേ അധികമാർക്കും അറിയാത്തൊരു കാര്യമുണ്ട്. വിജയ് യേശുദാസ് ഹിന്ദിയിൽ പാടിയ പാട്ടുകൾ അധികവും തന്റെ സിനിമയിലാണ് പാടിയത്. സത്യത്തിൽ ദാസേട്ടനുമായി ഒരു പ്രശ്നവും ഉണ്ടായിട്ടല്ല അദ്ദേഹം എന്റെ സിനിമയിൽ പാടാതിരുന്നത്. അത് കഴിഞ്ഞ് മേഘം വന്നപ്പോൾ ദാസേട്ടൻ വീണ്ടും പാടി. മേഘത്തിന്റെ സമയത്ത് ദാസേട്ടനെ ഞാൻ വിളിച്ചു. ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നുണ്ട്, ദാസേട്ടൻ പാടണമെന്ന് പറഞ്ഞു. അപ്പോൾ ദാസേട്ടൻ പറഞ്ഞു അതാണല്ലോ എന്റെ ജോലിയെന്ന്. അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നതൊന്നും ദാസേട്ടൻ ഓർമ്മയില്ല. എപ്പോഴാണിത് നടന്നതെന്നും അദ്ദേഹം എന്നോട് ചോദിച്ചു എന്നാണ് അഭിമുഖത്തിൽ പ്രിയദർശൻ പറയുന്നത്.